അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മംഗൂസ് മൗലിദ് സബക്ക് 2. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വറഅത് ഉമ്മുഹു ആമിന. അവിടുത്തെ ഉമ്മ ആമിന ബീവി കണ്ടു. ഹീന ഹമലത്ത് ബിഹി. മുത്തുനബിയെ കൊണ്ട് ഗർഭം ധരിച്ച സമയത്ത് മലായിക്കത്ത സമായി, ആകാശത്തിലുള്ളതായ മലക്കുകളെ കണ്ടു. മദതൻ, സൈന്യമായ നിലയിൽ മലക്കുകളെ ബഹുമാനപ്പെട്ട ആമിന ബീവി കണ്ടു. അപ്പം ആമിന ബീവി ഗർഭം ധരിച്ച സമയത്ത് മാലാഖമാർ വന്നിട്ടുണ്ട്, അതുപോലെ അമ്പിയാക്കളും വന്നിട്ടുണ്ട്. ഓരോ അമ്പിയാക്കൾ ചരിത്രം, ഏതൊക്കെ അമ്പിയാക്കൾ വന്നൊക്കെ നമുക്ക് മറ്റു താരീഖുകൾ പരിശോധിച്ചാൽ കാണാം. വദഖല അലൈഹ, മഹദിയുടെ മേൽ അൻബിയാവു, അമ്പിയാക്കളും. വഹും യഖൂലൂൻ, ഏത് സ്ഥിതിയിൽ അവർ പറയുന്നുണ്ട്, ലഹ, മഹദിയോട്, ഇദാ വദഅതി ശംസൽ ഫലാഹി വൽ ഹുദാ, സന്മാർഗത്തിൻ്റെയും വിജയത്തിൻ്റെയും സൂര്യനെ നീ പ്രസവിച്ചാൽ, ഫസമ്മീഹി മുഹമ്മദ, ആ കുട്ടിക്ക് നീ പേര് നൽകിക്കോ, പേര് വെച്ചോ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് എന്ന് നീ പേര് വെച്ചോ. ഖാലല്ലാഹു അസ്സ വജൽ, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, ലഖദ് ജാഅകും, അല്ലാഹുവാണ് സത്യം, തീർച്ചയായും നിങ്ങൾക്ക് വന്നിരിക്കുന്നു, റസൂലുൻ, ഒരു ദൂതർ, ഒരു മഹത്വമുള്ളൊരു ദൂതർ നിങ്ങൾക്ക് വന്നിരിക്കുന്നു, മിൻ അൻഫുസികും, നിങ്ങളുടെ നഫ്സിൽപ്പെട്ട. വാക്കിൻ്റെ അർത്ഥം അത് തന്നെയാണ്, നിങ്ങളുടെ നഫ്സിൽപ്പെട്ട. എന്താ ഉദ്ദേശം? നിങ്ങളെ ഭാഷ സംസാരിക്കുന്ന, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട, ആരുടെ ഖിതാബ്? അറബികളോടാണല്ലോ. അപ്പോൾ നിങ്ങളുടെ നഫ്സിൽപ്പെട്ട റസൂൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി, ആ മുത്തുനബിക്ക് വല്ലാത്ത പ്രയാസമാണ്. മാ അനിത്തും, നിങ്ങൾക്ക് വിഷമുണ്ടാകൽ ആ മുത്തുനബിക്ക് വല്ലാത്ത ആണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ മേൽ വല്ലാത്ത അലച്ചിയുള്ളവരാണ്. നിങ്ങൾ ഹിദായത്തിലായി കാണണം, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കണം, നിങ്ങൾ വിജയിക്കണം, അങ്ങനെ വല്ലാത്ത അലച്ചിയുള്ളവരാണ്, ആഗ്രഹമുള്ളവരാണ് മുത്തുനബി. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് ശക്തമായ കരുണമുള്ളവരും അതുപോലെ ഖൈർ ഉദ്ദേശിക്കുന്നവരുമാണ്. ഇതൊരു തഫ്സീറാണ്. അങ്ങനെ പല തഫ്സീറും കാണാം. വറബിയാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇബ്നു അബ്ബാസ് വഴിയാണ് ഹദീസ്. അന്നഹു ഖാൽ, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുന്തു, ഞാനായിരുന്നു, നൂറൻ, നൂറായിരുന്നു. നൂറിനെ ഇപ്പോൾ മലയാളത്തിൽ അർത്ഥം വെക്കണ്ട, ഏറെ അപ്പോൾ ഒളിവക്ക വായന വെക്കാം. അപ്പോൾ കുന്തു നൂറൻ, ഞാൻ നൂറായിരുന്നു. ബൈന യദയില്ല, അള്ളാഹുവിൻ്റെ കുദറത്തിൻ്റെയും ഇറാദത്തിൻ്റെയും മുമ്പിൽ നിലകൊള്ളുന്ന ഒരു നൂറായിരുന്നു ഞാൻ. ഖബല അൻ യഖ്ലുക ആദം, ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ്, ബി അൽഫി ആം, 2000 വർഷം മുമ്പ്. വാക്കിൻ്റെ അർത്ഥം 2000 വർഷം എന്നാണ്. ഇവിടെ ഉദ്ദേശം എന്താണ്? കുറേ വർഷം എന്നാണ്. അങ്ങനെയാണല്ലോ ചില കുട്ടികളെ നമ്മൾ ഒരുപാട് വട്ടം വിളിച്ചാൽ അതിന് 100 വട്ടം വിളിച്ചു എന്ന് പറഞ്ഞു. സത്യത്തിൽ 100 വട്ടം വിളിച്ചിട്ടുണ്ടോ? ഇല്ല. അതുപോലെ ഇവിടെ 2000 വർഷം കൂടെ ഉദ്ദേശം കുറേ വർഷമാണ്. മനസ്സിലായോ? ഇൻഷാ അല്ലാഹ് നടക്കട്ടെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.